നമസ്കാരം. മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് അറ്റ് 8 ആരംഭിക്കുന്നു. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. KSRTC ജീവനക്കാരുടെ DA ശമ്പള കുടിശ്ശിക. INTUC TDFന്റെ നേതൃത്വത്തിൽ പുതുവത്സര ദിനത്തിൽ നിരാഹാര സമരം നടത്തി. മൂവാറ്റുപുഴ KSRTC ഡിപ്പോയ്ക്ക് മുന്നിലാണ് സമരം നടത്തിയത്. INTUC ജില്ലാ വൈസ് പ്രസിഡന്റ് PM ഏലിയാസ് ഉദ്ഘാടനം ചെയ്തു. മൂവാറ്റുപുഴ ബാർ അസോസിയേഷൻ ഏരിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം നടത്തി. ബാർ അസോസിയേഷൻ ഹാളിലാണ് ചടങ്ങ് നടത്തിയത്. MACT ആൻഡ് അഡീഷണൽ ജില്ലാ സെഷൻ കോടതി ജഡ്ജ് KN ഹരികുമാർ മുഖ്യാതിഥിയായി. മൂവാറ്റുപുഴ ഹോളിമാഗി ഫൊറോന പള്ളി പൂജരാജാക്കന്മാരുടെ രാക്കുളി തിരുനാൾ 3 മുതൽ ഒരുക്കങ്ങൾ പൂർത്തിയായതായി വികാരി ഫാദർ മാനുവൽ പിച്ചളക്കാട്ട്. മൂവാറ്റുപുഴയിൽ നിന്ന് തൊടുപുഴ വരെ അല്ലസർ മെഡിക്കൽ കോളേജിലേക്ക് പുതിയ KSRTC ബസിന് അനുമതി. കിഴക്കേക്കര രണ്ടാർകോട്ട റോഡ് വഴിയാണ് സർവീസ്. വെള്ളിയാഴ്ച മാത്യു കുഴൽനാടൻ MLA ഫ്ളാഗ് ഓഫ് ചെയ്യും. SFI മൂവാറ്റുപുഴ ഏരിയ കമ്മിറ്റി SFI സ്ഥാപക ദിനം ആഘോഷിച്ചു. മൂവാറ്റുപുഴയിൽ വിദ്യാർത്ഥി റാലിയും പൊതുയോഗവും നടത്തി. SFI ജില്ലാ വൈസ് പ്രസിഡന്റ് അജയ് മോഹൻ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച INTUC TDFന്റെ നേതൃത്വത്തിൽ പുതുവത്സര ദിനത്തിൽ മൂവാറ്റുപുഴ KSRTC ഡിപ്പോയ്ക്ക് മുന്നിൽ ജീവനക്കാർ ഏകദിന നിരാഹാര സമരം സംഘടിപ്പിച്ചു. INTUC ജില്ലാ വൈസ് പ്രസിഡന്റ് PM ഏലിയാസ് സമരം ഉദ്ഘാടനം ചെയ്തു. KSRTC ജീവനക്കാരുടെ DA ശമ്പള കുടിശ്ശിക അനുവദിക്കുക, ശമ്പള പരിഷ്കരണ ചർച്ച നടത്തുക, പെൻഷൻ കൃത്യമായി നൽകുക, നിയമാനുസൃതം റഫറണ്ടം നടത്തുക, KSRTC അഴിമതി വിജിലൻസ് അന്വേഷണം നടത്തുക, ഡ്യൂട്ടി വെട്ടിക്കുറയ്ക്കുന്ന നടപടി ഉപേക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് INTUC TDFന്റെ നേതൃത്വത്തിൽ പുതുവത്സര ദിനത്തിൽ മൂവാറ്റുപുഴ KSRTC ഡിപ്പോയ്ക്ക് മുന്നിൽ ജീവനക്കാർ ഏകദിന നിരാഹാര സമരം ആരംഭിച്ചു. ഡ്യൂട്ടി പീഡനം അവസാനിപ്പിക്കുക, സർക്കാർ നീതി പാലിക്കുക, KSRTC മാനേജ്മെന്റ് നീതി പാലിക്കുക, പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കുക. INTUC ജില്ലാ വൈസ് പ്രസിഡന്റ് PM ഏലിയാസ് സമരം ഉദ്ഘാടനം ചെയ്തു. തൊഴിലാളികളെ ആകെ ദ്രോഹിച്ചുകൊണ്ട് 9.5 വർഷക്കാലം ഇപ്പം മുന്നോട്ട് പോയിരിക്കുക. ഇവിടെ DA കൂടി അനുവദിച്ചാൽ ഒരു 10,000-15,000 രൂപ കൂടിയ ശമ്പളത്തിൽ കൂടുതൽ കിട്ടും. അതുകൊണ്ടാണ് തടഞ്ഞു വച്ചിരിക്കുന്നത്. 9.5 വർഷക്കാലമായി കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ സമരം കൊണ്ട്, ഈ ഉപവാസ സമരം കൊണ്ട് കേരള സംസ്ഥാനത്തെ തൊഴിലാളികൾ ആവശ്യപ്പെടുന്നത് ഞങ്ങൾക്ക് ജോലി ചെയ്താൽ കൂലി നൽകണം, ശമ്പളം നൽകണം, പെൻഷൻ നൽകണം, ആനുകൂല്യങ്ങൾ വേണം എന്നാണ് ഈ ഉപവാസ സമരത്തിലൂടെ തൊഴിലാളികൾ ആവശ്യപ്പെടുന്നത്. യൂണിറ്റ് പ്രസിഡന്റ് നിസാമുദ്ദീൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ റീജിയണൽ സെക്രട്ടറി നിയാസ് വാരിക്കാട്ട്, TDF സംസ്ഥാന സെക്രട്ടറി ബിജു കുര്യാക്കോസ്, ജില്ലാ കമ്മിറ്റി അംഗം ബിനു വർഗീസ്, സെക്രട്ടറി നവീൻ ചന്ദ്, എൽദോ വർഗീസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. മൂവാറ്റുപുഴ ബാർ അസോസിയേഷന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് നടത്തി. മൂവാറ്റുപുഴ ബാർ അസോസിയേഷൻ ഹാളിൽ നടന്ന ചടങ്ങിൽ MACT ആൻഡ് അഡീഷണൽ ജില്ലാ സെഷൻ കോടതി ജഡ്ജ് KN ഹരികുമാർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. മൂവാറ്റുപുഴ ബാർ അസോസിയേഷന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് നടത്തി. മൂവാറ്റുപുഴ ബാർ അസോസിയേഷൻ ഹാളിൽ നടന്ന ചടങ്ങിൽ MACT ആൻഡ് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജ് KN ഹരികുമാർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. കക്ഷിയുടെ ഭാഗത്തു നിന്ന് കോടതിയോട് സമ്മതിക്കുന്ന രീതിയിൽ ഇതൊരു ബാലൻസിംഗ് ആണ്. ഈ ബാലൻസിംഗ് ആണ് തുലാസ് എന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരുമിച്ച് നല്ല രീതിയിൽ പോകാൻ പറ്റും. ഒത്തിരി കാര്യങ്ങളിൽ ഇപ്പം ഇന്ന് ഞാൻ കേസ് വിളിച്ചപ്പോൾ എൻ്റെ കോടതിയിലുണ്ടായിരുന്നവർക്കറിയാം, ഒരു 8-10 അപ്പീലുകളിൽ ഒരു റെപ്രസെൻറ്റേഷനുള്ളൂ. സെൻറ്റൻസ് സസ്പെൻഡ് ചെയ്തിട്ട് കുറേ പോസ്റ്റുകളിലായിട്ട് റെപ്രസെൻറ്റേഷൻ ഇല്ല. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇവിടെ ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന കേസുകളാണ്. അപ്പോൾ അതിന് നമ്മൾ അങ്ങനെ നീട്ടിപ്പോകാതെ നമുക്ക് കൃത്യമായിട്ടൊക്കെ സ്റ്റെപ്സൊക്കെ എടുത്ത് പോകാനൊക്കെ കഴിയുമ്പോഴാണ് നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷനോടുള്ള അല്ലെങ്കിൽ ജുഡീഷ്യറിയോടുള്ള നമ്മുടെ കടമ നമുക്ക് ശരിക്ക് പാലിക്കാൻ കഴിയുക എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. റിട്ടേണിംഗ് ഓഫീസർ അഡ്വക്കേറ്റ് ജോണി കുര്യാക്കോസ് മെതിപ്പാട പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് നടത്തി. I will faithfully execute the office of President of the Bangla District Court Bar Association to the best of my ability, uphold the bylaw
and the policies of Bar Association, preserve the dignity of legal profession, and work for the unity and welfare of the bar at all times. എറണാകുളം ജില്ലയിലെ രണ്ടാമത്തെ കോർട്ട് സെന്റർ എന്ന് അറിയപ്പെടുന്നു. ഇല്ലെങ്കിൽ രണ്ടാമത്തെ കോർട്ട് സെന്റർ ആണെങ്കിലും ഇനിയും നമുക്ക് ബഹുദൂരം മുന്നോട്ട് പോകാനുണ്ട്. ആ ബഹുദൂരം മുന്നോട്ട് ഉള്ള പ്രയാണത്തിൽ നമുക്ക് ഏറ്റവും പ്രയോറിറ്റി നൽകേണ്ടത് ഒരു ഇൻഡിപെൻഡന്റ് കോർട്ടിനാണ്. ബാർ അസോസിയേഷൻ ഔട്ട് ഗോയിങ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസ് വർഗീസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഇൻകമിംഗ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CK ആരിഫ്, ഔട്ട് ഗോയിങ് സെക്രട്ടറി അഡ്വക്കേറ്റ് ശ്രീകാന്ത് AK, അഡ്വക്കേറ്റ് ഡയാന പോൾ, കുടുംബ കോടതി ജഡ്ജ് സിജിമോൾ കുരുവിള, പോക്സോ കോടതി ജഡ്ജ് മഹേഷ് G, സബ് ജഡ്ജ് അദീഖ് റഹ്മാൻ, മുൻസിഫ് മജിസ്ട്രേറ്റ് കോടതി ജഡ്ജ് നിവേദിത MA, ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് നമ്പർ 1 ജഡ്ജ് സാജിദ് അണ്ടത്തോട് തച്ചൻ, ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് നമ്പർ 3 ജഡ്ജ് ടോണി T തടത്തിൽ, ബാർ അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് അജിത് LA തുടങ്ങിയവർ പങ്കെടുത്തു. കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ, വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്. മൂവാറ്റുപുഴ ഹോളിമാഗി ഫൊറോന പള്ളിയിൽ പൂജ്യരാജാക്കന്മാരുടെ രാക്കുളി തിരുനാൾ 3 മുതൽ നടത്തപ്പെടും. വികാരി ഫാദർ മാനുവൽ പിച്ചളക്കാട്ട് തിരുനാൾ കൊടിയേറ്റും. മൂവാറ്റുപുഴ ഹോളിമാഗി ഫൊറോന പള്ളിയിൽ വിശുദ്ധ പൂജ്യരാജാക്കന്മാരുടെ തിരുനാൾ ജനുവരി 3 മുതൽ 6 വരെ നടത്തപ്പെടും. തിരുനാളിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി വികാരി ഫാദർ മാനുവൽ പിച്ചളക്കാട്ട് അറിയിച്ചു. മൂവാറ്റുപുഴ കത്തോലിക്ക ഇടവകയ്ക്ക് മാത്രമല്ല, സമസ്ത ജനവിഭാഗത്തിനും വലിയൊരു ആഘോഷത്തിൻ്റെ അവസരമാണ്. ഏവരും ഏകോദര സോദരങ്ങളെ പോലെ വരികയും ഇവിടുത്തെ പ്രാർത്ഥനാ ശുശ്രൂഷയിലും തുടർന്നുള്ള പ്രദക്ഷിണത്തിലും ആഘോഷ പരിപാടികളിലുമെല്ലാം പങ്കുചേർന്ന് ഇതിനെ കൂടുതൽ മഹത്തരമാക്കാനായിട്ട് ശ്രമിക്കുന്നു എന്നത് അഭിമാനകരമായിട്ടുള്ള കാര്യമാണ്. 1912 മുതൽ തുടങ്ങിയ ഈ ആഘോഷം ഈ പ്രദേശത്തിൻ്റെ അനന്യമായിട്ടുള്ള ഒരു അനുഭവവും അതിലേറെ ദൈവാനുഗ്രഹം പ്രദാനം ചെയ്യുന്ന ദിനങ്ങളുമാണ്. ഈ തിരുനാൾ ആഘോഷത്തിലേക്കും മറ്റ് പരിപാടികളിലേക്കുമെല്ലാമായി ഏവരെയും സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ദൈവത്തിൻ്റെ കൃപയും കടാക്ഷവും അനുഗ്രഹവും ആശിസ്സുമെല്ലാം നമ്മുടെ ഭവനങ്ങളിൽ കളിയാടുവാൻ ഇടയാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. 3 രാവിലെ 5:45 കുർബാന നൊവേന, വൈകുന്നേരം 5 തിരുനാൾ കൊടിയേറ്റ്, തിരുസ്വരൂപ പ്രതിഷ്ഠ, ലതീഞ്ഞ്, പാട്ടുകുർബാന. 4 രാവിലെ 5:30 കുർബാന നൊവേന, ദിവ്യകാരുണ്യ ആരാധന, സന്ദേശം, ദിവ്യകാരുണ്യ പ്രദക്ഷിണം എന്നിവയും. 5 രാവിലെ 5:45 കുർബാന നൊവേന, ലതീഞ്ഞ്, ആഘോഷമായ തിരുനാൾ കുർബാന, സന്ദേശം, KSRTC ആരക്കുഴ റോഡ് വഴി ആഘോഷമായ പ്രദക്ഷിണം എന്നിവയും. 6 രാവിലെ 5:45 കുർബാന നൊവേന, ലതീഞ്ഞ്, ആഘോഷമായ തിരുനാൾ കുർബാന, കാവുംപടി കച്ചേരിത്താഴം വഴി ആഘോഷമായ പ്രദക്ഷിണം, വാദ്യമേളം, ഫ്യൂഷൻ എന്നിവയും. 7 മരിച്ചവരുടെ ഓർമ്മദിനം രാവിലെ 5:45 കുർബാന, സെമിത്തേരി സന്ദർശനം, മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, കുർബാന എന്നിവയുമാണ് നടത്തപ്പെടുന്നത്. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916. മൂവാറ്റുപുഴയിൽ നിന്ന് തൊടുപുഴ അല്ലസർ മെഡിക്കൽ കോളേജിലേക്ക് പുതുതായി KSRTC ബസ് സർവീസ് ആരംഭിക്കും. കിഴക്കേക്കര 2 കോട്ട് റോഡ് വഴിയാണ് ബസിന്റെ സർവീസ്. KSRTC ബസിന്റെ ഉദ്ഘാടനം നാളെ രാവിലെ 10 മൂവാറ്റുപുഴ KSRTC ബസ് സ്റ്റാൻഡിൽ മാത്യു കുഴൽനാടൻ MLA ഫ്ളാഗ് ഓഫ് ചെയ്യും. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. SFI മൂവാറ്റുപുഴ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ SFIയുടെ 56ാമത് സ്ഥാപക ദിനം ആഘോഷിച്ചു. ദിനാഘോഷത്തോടനുബന്ധിച്ച് മൂവാറ്റുപുഴയിൽ വിദ്യാർത്ഥി റാലിയും പൊതുയോഗവും നടത്തി. SFI ജില്ലാ വൈസ് പ്രസിഡന്റ് അജയ് മോഹൻ ഉദ്ഘാടനം ചെയ്തു. Welcome to Vimalagiri International School, Muvatupura. Admissions are now open for the academic year 2026-2027. ന്യൂസ് അറ്റ് 8 പൂർണ്ണമാകുന്നു. നമസ്കാരം.